തിരക്കാണ് ഇവിടെ. ഇതിപ്പോ കളി തുടങ്ങിയിട്ടില്ല, കളി തുടങ്ങാൻ പോണെങ്കിൽ മുന്നെയാണ്. മുന്നേ തന്നെ ഇവിടെ റോഡൊക്കെ അവർ ക്ലോസ് ചെയ്ത് തുടങ്ങി. ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ജർമ്മനിയിലത്തെ ക്വാർട്ടർ ഫൈനൽ, ജർമ്മനി വേഴ്സസ് സ്പെയിൻ ആയിട്ടുള്ള ക്വാർട്ടർ ഫൈനൽ സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ചിട്ടാണ്. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ കളിയുടെ പബ്ലിക് വ്യൂയിങ് കാണാനാണ് നമ്മൾ പോകുന്നത്. സ്റ്റേഡിയത്തിലല്ല കേട്ടോ. അപ്പോൾ അത് പോണേക്ക് മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്താ ഇത്, പിന്ന് പോലത്തെ സംഭവങ്ങൾ, പിന്നെ കുറച്ച് ഷോ, പട്ടി ഷോ. കാരണം ഇവിടെ എല്ലാവരും ജേഴ്സി കിട്ടണതല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട്. ഒരു കാപ്പി കുടിച്ചിട്ട് ഇനി ബാക്കി പരിപാടിയിലേക്ക് വരാം. അപ്പോൾ അതാ കോഫിയൊക്കെ വാങ്ങിച്ച് ഞങ്ങളിനി ഊബാൻ കയറി പബ്ലിക് വ്യൂവിൻ്റെ സ്ഥലത്തേക്ക് പോകും. അപ്പോഴേക്കും നിങ്ങൾ പോയിട്ട് ഞങ്ങൾ ഇന്നലെ ആ ഒരു പ്രാന്തപ്രദേശങ്ങളിലൊക്കെ നടന്ന വിഷ്വൽസൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരൂ. എന്താണ് ഞാൻ ഈ കൊക്കോകോളയുടെ ഔട്ട്ലെറ്റൊക്കെ കാണിക്കുന്നത് എന്ന് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കുന്നുണ്ടെങ്കിൽ, UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒഫീഷ്യൽ സ്പോൺസേഴ്സിൽ പെട്ടതാണ് കൊക്കോകോള, ലിഡിൽ, BYD, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സിറ്റി സെൻറ്ററിൽ കൂടെ നടക്കുമ്പം പതിവില്ലാതൊരു ക്യൂ കണ്ടപ്പം എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ചുമ്മാ വന്ന് നിന്ന് നോക്കിയതാണ്. നമ്മളെന്തിനും ഇവിടെ നിൽക്കണേ? ഫോട്ടോ പിന്നെ ഒരു സീറോ ഷുഗർ കോളയുണ്ട്. അതെ അതെ, കോള വേണ്ടാത്തവർക്ക് വേറെ എന്തെങ്കിലും തരുമോ? ഇല്ലാന്ന് തോന്നണല്ലേ, കോള മാത്രം. പക്ഷെ അതിനുള്ളിൽ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോയും കൂടെ തരും. ഓ കോക്ക് എടുത്തു, ഫോട്ടോ എടുത്തു. ബാഗിലൊക്കെ ഉണ്ട, നാളെ ചെയ്യാം. എന്താ അങ്ങനെ നമുക്ക് കോളൊക്കെ കിട്ടി. ഞാൻ ഇവിടെ കാണിച്ചു തരാവേ. ഇവിടെ ഫുള്ള് വൈബാണ്. എന്തിൻ്റെ ഓരോ കപ്പിൻ്റെ. അപ്പോൾ നമ്മളങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിറങ്ങി. ഇവിടെ ഫുള്ള് യൂറോ കപ്പിൻ്റെ വൈബാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പെയിൻ വേഴ്സസ് ജർമ്മനിയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുന്ന ദിവസത്തെ രാവിലെയാണ് കേട്ടോ. അതായത് മത്സരം നടക്കുന്നത് വൈകിട്ടാണ്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ഈ സിറ്റി സെൻറ്ററിൽ വന്നപ്പം ജസ്റ്റ് എടുത്തതാണ്. ഇപ്പോഴും ഇവിടെ ഒരുപാട് തിരക്കുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ജർമ്മനിയിൽ ഒരുപാട് ഇൻ്റർനാഷണൽസ് ഉണ്ട് വർക്ക് ചെയ്യാനും പഠിക്കാനും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ യൂറോ കപ്പിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറേ ഇൻ്റർനാഷണൽസ് വേറെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ജേഴ്സിയൊക്കെ ഇട്ട് അവരവരുടെ ടീമിന് കട്ട സപ്പോർട്ടായിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അപ്പുറം കാണുന്ന ഷോപ്പിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കയറി ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടീമിൻ്റെ ജേഴ്സി, അതുപോലെ ഹാൻഡിലിടുന്ന ബാൻഡ്, അല്ലെങ്കിൽ ഇങ്ങനെ മാലയിട്ടിടുന്ന സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, ഞങ്ങൾ ഈ നടക്കുന്നതിൻ്റെ പുറകിൽ അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. ഞങ്ങൾക്കും എന്തെങ്കിലും ചെറിയ ഐറ്റംസൊക്കെ വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നത്. Cuando viste que el coche tan pequeño, sabes bien que soy hombre de campo y que solo tengo un descapotable.
എന്തായാലും ഞാനങ്ങനെ ഫുട്ബോൾ മാച്ചൊക്കെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ നമ്മളിപ്പോൾ ജർമ്മനിയിലായതുകൊണ്ടും ഇത് ഹോസ്റ്റിംഗ് കൺട്രി ആയതുകൊണ്ടും പിന്നെ ഇവരുടെയൊക്കെ ആവേശം കൊണ്ടുമാണ് നമ്മൾ പബ്ലിക് വ്യൂയിങ്ങിന് വരാം അങ്ങനെ കാണാം എന്നൊക്കെ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി, പബ്ലിക് വ്യൂവിൻ്റെ സ്ഥലത്തെത്തി. നമുക്കൊരു പുറത്തെ കൂടെ ഒരു എൻട്രൻസ് ഭയങ്കര പാടായതുകൊണ്ട് നമ്മൾ അകത്ത് കൂടെ എൻട്രി ചെയ്തിട്ട് ഒരു മാളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഭയങ്കര സൗണ്ട് കേൾക്കുന്നില്ലേ? ഈ ഗ്രൗണ്ടിൽ ഇതേപോലെ 2 വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മോളിൻ്റെ ഉള്ളിലും കുഞ്ഞ് ടെലിവിഷനിലൊക്കെ ഉണ്ട്. പക്ഷേ അത് കുറച്ച് ലാഗായിട്ട്, അതായത് ലൈവ് ആണെങ്കിലും ഒരു കുറച്ച് സെക്കൻഡുകൾ ലാഗായിട്ടാണ് അതിനകത്ത് കാണുന്നത്. പക്ഷേ ഈ വലിയ സ്ക്രീനിൽ ആ കളി നടക്കുന്ന സ്ഥലത്തെ അതേ ടൈമിൽ തന്നെ കാണാൻ പറ്റും. അതിവിടെ കളി കാണാൻ വന്നപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് കേട്ടോ. പിന്നെ ഭയങ്കര നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് ജർമ്മൻസ് നല്ല ഹൈറ്റാണ്, പിന്നെ വന്നിരിക്കുന്ന എല്ലാവർക്കും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടും എനിക്ക് അവരുടെ അത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടും എനിക്ക് അങ്ങനെ അത്ര അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജർമ്മനി ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഇൻ്റർനാഷണൽസും ഭയങ്കര ആഘോഷമാണ്. എസ്പെഷ്യലി ഈ ജർമ്മനിയുടെ കളി നടക്കുന്ന സ്റ്റുട്ട്ഗാർട്ടിലായതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഹാഫ് ടൈമായിട്ട് 5 മിനിറ്റ് ബ്രേക്ക് വന്നേക്കാണ്. അതുകൊണ്ട് കുറച്ച് തിരക്കിനായതുകൊണ്ട് എന്നാലും വലിയ ആൾക്കാരൊന്നും ഇങ്ങനെ മൂവ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും അകത്തേക്കൊന്ന് സ്ക്രീനിൻ്റെ അടുത്തേക്കൊന്ന് എത്തിപ്പെടാനും കൂടെ പറ്റുള്ളൂ. അത്രയ്ക്ക് തിരക്കാണ്. സത്യം പറഞ്ഞാൽ സ്ക്രീനൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെങ്കിലും ഇവരുടെയൊക്കെ ഈ മുഖഭാവം കണ്ടിട്ട് എങ്ങോട്ടേക്കാണ് ഈ കളിയുടെ ഗതി പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഹോസ്റ്റിംഗ് കൺട്രി ആയിട്ടുള്ള ജർമ്മനി ലാസ്റ്റ് പരാജയപ്പെട്ടു. അതുകൊണ്ട് കളി തീർന്നപ്പോഴേക്കും വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജർമ്മൻ ഫാൻസിൻ്റെ ഫേസിലൊക്കെ മൊത്തത്തിലൊരു മ്ലാനതയായിരുന്നു. ആൾക്കാരെ കാണുന്നുണ്ടോ ഇങ്ങനെ പോകുന്നത്? ഇവിടെ കളി കാണാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടോ? അപ്പോൾ നമ്മളങ്ങനെ കളിയൊക്കെ കണ്ട് വളരെ വിജയകരമായി അവർ പൊട്ടി. അപ്പോൾ അതുകൊണ്ട് ജയിച്ചതിൻ്റെ ആവേശമൊന്നും കാണാൻ പറ്റിയില്ല. കുറേ പേരൊക്കെ ഇങ്ങനെ കരയാനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ആളുകളെ സ്ക്രീനിലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ട്രെയിൻ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വ്ളോഗായിരുന്നു. ഞാൻ ജസ്റ്റ് ഇതൊരു ജർമ്മനി ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രി ആയിട്ട് അവരുടെ ഒരു കളി
ഇവിടെ വന്നപ്പോൾ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തി. ഹലോ ഒന്ന് പറയോ കളീനെ പറ്റി? കളി ജയിക്കുമെന്ന് വിചാരിച്ചാണ് 1-1 അടിച്ചപ്പോൾ, പക്ഷേ അവസാന നിമിഷം സ്പെയിൻ ഗോൾ അടിച്ചു. കുറേ പേരുകാരെ ഉണ്ടായിരുന്നില്ലേ? കുറേ പേര് ദുഃഖത്തിലായിരുന്നു. അതെ, ഇവിടെ ഒരു മലയാണ് കേട്ടോ, കുറച്ച് ദൂരേക്ക് വേണ്ട നന്നായിട്ട് കണ്ട് അടുത്തൊന്നും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. ജർമ്മനി ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കളി ജസ്റ്റ് ഒന്ന് പബ്ലിക് വ്യൂവിനെങ്കിലും പോകണം, അവരുടെ ആ ഒരു ആവശ്യമൊക്കെ കാണണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തന്നോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും cheers.